കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർവശക്തന്റെ തണലിൽ കഴിയുന്നതിനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് അവിടുത്തെ ആയിരങ്ങൾ മരിച്ചുവിനേക്കാം, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. പ്രതിഫലം എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനെ സമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭരിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരുടെ കൽപ്പിക്കും. നിന്റെ കണ്ണിൽ തട്ടാതിരിക്കാൻ അവൻ കളികളിൽ പഠിച്ചുകൊള്ളും. ചവിട്ടി നടക്കും, ദിവസങ്ങളെയും സർവ്വതയും ചവിട്ടി മരിക്കും. അവൻ നിന്നെ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. എരിയാൻ വെമ്പി നിൽക്കും ഒരു മെഴുകുതിരി പോലെ നാഥ, ഞാനണയുന്നു മോദമായി നിൻബലിവേദിയിങ്കൽ. എരിയാൻ വെമ്പി നിൽക്കും ഒരു മെഴുകുതിരി പോലെ നാഥ, ഞാനണയുന്നു മോദമായി നിൻബലിവേദിയിങ്കൽ. സ്നേഹാർപ്പണം നൽകിടാമീ
ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടെല്ലാം ഒറ്റ ശരീരമായി തീരും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള പ്രവീൺ, ദിവ്യ, ഇവരുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരന്മാരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവീണും ദിവ്യയ്ക്കും അതുപോലെ തന്നെ ഇവരെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസകൾ, പ്രാർത്ഥനകൾ നേരുകയാണ്. പ്രത്യേകിച്ച് പ്രവീണെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പത്തിൽ കളിക്കുകയും ഒരുമിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുമാണ്. പ്രത്യേകിച്ച് പ്രമോദ് എൻ്റെ സഹപാഠിയും. ഈ അവസരത്തിൽ ഇവർക്ക് രണ്ടുപേരും എല്ലാവരും പ്രാർത്ഥനകൾ നേരുന്നു. ഒരു കൊച്ചു സന്ദേശം പങ്കുവച്ചുകൊണ്ട് നമുക്ക് മറ്റേ ദിവസം നമ്മൾ ആയിരിക്കും. പ്രസിദ്ധനായിട്ടുള്ള വാഗ്മിയും തത്വചിന്തകനുമായിട്ടുള്ള ഇംഗർസോൾ എന്ന് പറയുന്നതാണ് പ്രകാരം എഴുതുകയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെയാണ്, സ്വർഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ എൻ്റെ സ്വർഗം ഏതെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് സായാഹ്നത്തിൽ ഭവനത്തിലെ ഉദ്യാനത്തിൽ എൻ്റെ ഭാര്യയോട് കൂടിയിരുന്ന് ഞങ്ങളുടെ കുട്ടികളെ പാടുന്നത് കേട്ട് കളിക്കുന്നത് കണ്ട് പരമാനന്ദം കൊള്ളുന്നൊരവസ്ഥയാണ് സ്വർഗം എന്നുള്ളതാണ് ഇംഗർസോൺ എന്ന് പറയുന്ന തത്വചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ സ്വർഗം ഏതാണെന്ന് ചോദിച്ചാൽ തത്വചിന്തകന്മാരും വിശുദ്ധനായിട്ടുള്ള മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത് കുടുംബം തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വർഗം എന്നതാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് രൂപം നൽകുവാൻ വേണ്ടിയിട്ടാണ് പ്രവീണയും ദിവ്യയും തമ്പുരാന്റെ അൾത്താരത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിന്റെ കർത്തവ്യങ്ങൾ, കടമകൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഇംഗർസോൺ എന്ന് പറയുന്ന തത്വചിന്തകന്റെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മക്കൾക്ക് ജന്മം കൊടുക്കുക, ദൈവം ദാനമായിട്ട് നൽകുന്ന മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്. ഒപ്പം ദൈവം ദാനമായിട്ട് തന്ന ആ മക്കളെ നല്ല ക്രിസ്ത്യാനികളായിട്ട് വളർത്തുക എന്ന് പറയുന്ന ഭാര്യചിത്രമാർഗവും കുടുംബജീവിതത്തിലുണ്ട്. ഒപ്പം ഭാര്യാഭർത്താക്കന്മാരെ സന്തോഷകരമായി ജീവിക്കുക എന്നാണ്. വിവാഹം എന്താണ് എന്നുള്ളതും അതിൻ്റെ നിർവചനം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടും ഉൾക്കൊണ്ടിട്ടുമാണ് ഈ കൂടാശയിൽ പ്രവേശിച്ചില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസവാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെയും കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അങ്ങയുടെ നല്ല പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശയുടെ പരിവർത്തനം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ വിവാഹം സമൃദ്ധമായി ലഭിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം സ്വതന്ത്രമായ നിങ്ങൾ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ പുതാശക്തികളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യങ്ങളെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും ഞങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സ്വന്തമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമായ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ വന്നുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അകലുമ്പോൾ തിരികെ വരുവാനീ വഴി നിന്നില്ലേ തീരാമർമരം ഉയരും നീരവിൽ ചിരി തൻ കൂടുമൊരുക്കിലേ മഞ്ഞു കൊണ്ടു മറയും നീ നേരം എന്റെ മനസ്സിൽ ജാലകങ്ങളിലെ മായാവർണ്ണമായി തീരാതെ പെയ്യാനായി കൊതിയോടെ ഇനി എന്നും വരുമോ നറുമഴ നീ കോമൽ കൺമണി മഴമേഘം പോലെ നീ
സ്നേഹജാലം നിറയുന്നു മനസ്സിൽ, മലരായി പൂത്തുവിളങ്ങുന്നു. സ്നേഹച്ചെണ്ടുകൾ പൊഴിയാതെ കരുതും വഴികൾ കൂടെ നടന്നില്ലേ. കാത്തിരുന്നൊരിട നെഞ്ചിൻ കൂട്ടിനുള്ളിൽ ഇനിയും നല്ല പാതി മലർന്നീം നിന്റെ അല്ലേ. ഈ ജന്മം സാർത്ഥകമായി അകതാരിൽ ഇനിയെന്നും നിറയും മാമസഖിനി. ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. ഓരോ രാവും മൂകം തേടി ദൂരെ ദൂരെ പുലരി തൻ രാഗം പാടാനോർത്തു. ഏതോ കാവ്യം കാതിൽ ചൊല്ലി വെറുമൊരു വരി മാത്രം. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. പാതി പാടും ഗാനം പോലെ ദൂരെ ദൂരെ മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ. കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ. കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ. ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ